ഭാരം ഇനി മൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഇറാൻ അമേരിക്ക യുദ്ധം പൂർവാധികം ശക്തമായി വീണ്ടും ആരംഭിച്ചു. അമേരിക്ക ഇറാനെയാണ് ആക്രമിക്കുന്നത്. ഇറാനിൻ്റെ പ്രത്യാക്രമണം ഗൾഫിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ്. തന്മൂലം അമേരിക്കയിലെ ജനങ്ങളെ ഈ യുദ്ധം ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ബഹ്റിൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത്. മിഡിൽ ഈസ്റ്റ് വഴിയാണ് ഒട്ടുമിക്ക വിമാനങ്ങളും സർവീസ് നടത്തുന്നത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരും. ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നാണ് ഇറാന്റെ അറിയിപ്പ്. ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകാം എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇറാനെ അവഗണിച്ച് കപ്പലുകൾ അയക്കാൻ ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഫലത്തിൽ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിലയ്ക്കുകയും ലോകത്തുടനീളം ഗുരുതരമായ ഊർജ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. കഴിഞ്ഞ ബക്രീദ് ദിവസം പൊതുസ്ഥലങ്ങളിൽ വെച്ച് പശുവിനെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഒരാൾ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മദ്രാസിലുടനീളം ഗോഹത്യ നിരോധിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവ് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഈ വിധി സ്റ്റേ ചെയ്യാനും വിധി പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒരു ദിവസത്തേക്ക് പൊതുസ്ഥലത്ത് ഗോവധം നിരോധിക്കാനുള്ള അപേക്ഷയിലാണ് സംസ്ഥാനത്തുടനീളം ഒരു ദിവസത്തേക്കല്ല സ്ഥിരമായി ഗോവധം നിരോധിക്കാൻ ഉത്തരവുണ്ടായത്. ബഹുമാനപ്പെട്ട കോടതി പോലും ഗോവധ നിരോധനത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിധി. മദ്യനിരോധനം പോലെ ഗോവധ നിരോധനവും ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. കോടതി വിധിയിലൂടെ ഈ പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയില്ല. ഇറാന്റെ പിന്തുണയോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി സംഘടനയാണ് ഹൗതികൾ. ഈ സംഘടനയുടെ നിയന്ത്രണത്തിലാണ് യമന്റെ ഒരു ഭാഗം. വിമതന്മാരായ ഹൗതികൾക്കെതിരെ പോരാടാൻ യമന് സൗദിയുടെ പിന്തുണയുണ്ട്. ഹൗതികളുടെ സഹായത്തോടെ ഇറാനിൽ നിന്നും ഒരു സംഘം യമനിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വിമാനം യമനിൽ ലാൻഡ് ചെയ്യുന്നത് തടയാനായി യമനിലെ വിമാനത്താവളത്തിനു നേരെ ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഹൗതികൾ ആരോപിക്കുന്നത്. ഈ ആക്രമണത്തെ യമൻ ഹൗതി വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമായിട്ടാണ് ഹൗതികൾ കാണുന്നത്. തിരിച്ചടിക്കും എന്ന ഭീഷണിയുമുണ്ട്. അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തെ തുടർന്നാണ് യമൻ ഹൗതി സംഘർഷങ്ങൾ പുനർജനിക്കുന്നത്. ലബനോണിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നതാണ്. ഇതിൻ്റെ ലംഘനം മൂലം മറ്റൊരു മേഖലയിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുകയാണ്.
വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ 90 ലക്ഷത്തിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത്. ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരിൽ 63% ഹിന്ദുക്കളും 34% മുസ്ലിങ്ങളുമാണ്. ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരാണ്. ഇവർ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരിൽ 95% മുസ്ലിങ്ങളാണ്. ഇതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബോധപൂർവമായ ഒരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികൾ പുനർപരിശോധിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പൗരന്മാർക്ക് മാത്രമാണ് എല്ലാ രാജ്യങ്ങളും വോട്ടവകാശം നൽകുന്നത്. വിദേശികൾ വോട്ട് ചെയ്യുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. ഒരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിലും ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി ബലൂചിസ്ഥാൻ വിമോചന സേന നടത്തുന്ന സമരത്തിന് 1 പതിറ്റാണ്ടെങ്കിലും പഴക്കമുണ്ട്. ഇവർക്ക് അഭയം നൽകുന്നു എന്നാരോപിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ആയിരിക്കുന്നു എന്ന് ചൊവ്വാഴ്ച ബലൂചിസ്ഥാൻ വിമോചന സേന പ്രഖ്യാപിച്ചു. അവരുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ നാണയം തുടങ്ങി ഒരു സ്വതന്ത്ര രാജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളൊക്കെ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആണവശക്തിയായ പാകിസ്ഥാനെ നേരിടാനുള്ള സൈനിക ബലം വിമോചന സേനയ്ക്കില്ല. എന്നാൽ ബലൂചിസ്ഥാനിലെ 95% ജനങ്ങളും തങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും പാകിസ്ഥാൻ സൈന്യത്തിലെയും പോലീസിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ രാജിവെച്ച് തങ്ങളോടൊപ്പം ചേർന്നതായും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഉക്രൈനുമായുള്ള യുദ്ധം തുടരാൻ റഷ്യ പണം കണ്ടെത്തുന്നത് എണ്ണ വ്യാപാരത്തിലൂടെയാണ് എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ യുദ്ധത്തിനുള്ള സഹായമായിട്ടാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കാണുന്നത്. ഈ ന്യായം പറഞ്ഞാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് ഇക്കൂട്ടർ ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ തന്നെ ഈ ഉപരോധം ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ഇല്ലാതിരുന്ന കാലയളവിൽ വാങ്ങിയതിനേക്കാൾ എണ്ണ കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു വശത്തുകൂടി ഉപരോധം ലംഘിച്ച് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നടത്തുകയും മറുവശത്തുകൂടി റഷ്യയ്ക്കെതിരെ പോരാടാൻ ഉക്രൈന് ആയുധങ്ങൾ നൽകുകയുമാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത്. എന്നാൽ 5 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും ഇക്കൂട്ടർ നടത്തുന്നില്ല. ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകുന്ന ഒരു നിയമം ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭ പാസാക്കി. ദീർഘകാലത്തെ ചർച്ചകൾക്കു ശേഷം വളരെ കർശനമായ വ്യവസ്ഥകളോടെയാണ് ഈ നിയമം പാസാക്കിയത്. മരിക്കുമെന്നുറപ്പായിട്ടും മരിക്കാൻ കഴിയാത്തതുമൂലം ആത്മഹത്യ അനുവദിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിരവധി ഫ്രഞ്ചുകാർ പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും
ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. രോഗം ഭേദമാക്കാൻ കഴിയില്ലെന്നും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാമെന്നും വിദഗ്ധന്മാർ ശുപാർശ ചെയ്യണം. മാനസിക രോഗികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. സ്വന്തം നിലയിൽ മരുന്ന് കുത്തിവെക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് വാങ്ങി ഉപയോഗിക്കണം. ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ വിഷം കുത്തിവെക്കാൻ മറ്റൊരാളുടെ സഹായം തേടാനും അനുവദിച്ചിട്ടുണ്ട്. ഏതു രീതിയിലായാലും ഇത് ജീവൻ എടുക്കുന്നതിനുള്ള അനുമതിയാണ്. വൻതോതിൽ അഴിമതി നടന്നു എന്ന് വ്യക്തമായതിനെ തുടർന്ന് മെയ് മാസം നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും പുതിയ പരീക്ഷ ജൂൺ മാസത്തിൽ നടത്തുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ദുരിതത്തിലാക്കിയ ഈ പിഴവിന് ആരാണ് ഉത്തരവാദി? ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് പുതുതായി രൂപം കൊണ്ട CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് സോനം വാഞ്ചു നിരാഹാര സമരം പ്രഖ്യാപിച്ചത് ജൂൺ 28-നാണ്. പരിസ്ഥിതി പ്രവർത്തകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തനായ വാഞ്ചു മാക്സേസെ അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന വാൻസുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കവും എവിടെയും നടക്കുന്നില്ല. എന്നാൽ ഹൈക്കോടതി ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. ഈ കരാർ അനുസരിച്ച് ഇന്ത്യ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങളെയും നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ ഇളവുകൾ ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഭാരത സർക്കാരും നൽകും. കഴിഞ്ഞ വർഷമാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്. ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇതേ രീതിയിൽ അമേരിക്കയുമായി ഒരു കരാർ ഒപ്പുവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചതും കഴിഞ്ഞ വർഷമാണ്. ട്രംപിൻ്റെ നികുതി നിർദ്ദേശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി തന്നെ കണ്ടെത്തി. ഇതേ നിർദ്ദേശങ്ങൾ മറ്റൊരു വകുപ്പ് ഉപയോഗിച്ച് നടപ്പിലാക്കാനുള്ള നീക്കവും കോടതി തടഞ്ഞു. റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 500% വരെ നികുതി ചുമത്താൻ അധികാരം നൽകുന്ന ഒരു ബില്ല് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിഗണനയിലാണ്. നീണ്ടുപോകുന്ന ഈ ചർച്ചകളും കോടതിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നികുതി നിർദ്ദേശങ്ങളും ഭാരതം തിരിച്ചറിയണം. സൗദി ഹൗദി വെടിനിർത്തൽ അവസാനിപ്പിച്ചതും യുദ്ധം വീണ്ടും ആരംഭിച്ചതും പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സൗദിയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനുമായി ഈ അടുത്ത കാലത്തുണ്ടാക്കിയ കരാർ അനുസരിച്ച് യുദ്ധമുണ്ടായാൽ പരസ്പരം സഹായിക്കുമെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. ഹൗദികൾ സൗദിക്കെതിരെയുള്ള യുദ്ധം തുടർന്നാൽ പാകിസ്ഥാന് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ല. ഇറാനിൻ്റെ പിന്തുണയോടെയാണ് ഹൗദികളുടെ പോരാട്ടം. തന്മൂലം സൗദിയെ സഹായിക്കുക എന്നത് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ചേരുന്നതിന് തുല്യമാണ്. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ചേരാനോ സഖ്യകക്ഷിയായ സൗദി അറേബ്യയെ ഉപേക്ഷിക്കാനോ കഴിയില്ല. ഇറാൻ അമേരിക്ക സംഘർഷവും ഹൗദി സൗദി യുദ്ധവും അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.